ചില ദിവസങ്ങളിൽ വാശിയും കരച്ചിലൊക്കെ ആയിട്ട് മോൾ എൻ്റെ അടുത്ത് മാറുകയില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ ഏട്ടൻ എന്തെങ്കിലും ഒരു പണിയും കൊണ്ട് വരികയും ചെയ്യും. ഇന്നാണെങ്കിൽ കൊണ്ടുവന്നത് ബീഫായിരുന്നു. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാന്ന് തോന്നുന്നു ഏട്ടൻ തന്നെ കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചു. എന്നിട്ട് കുറച്ച് സമയത്തേക്ക് മോളെയും കൊണ്ടുപോയി. ആ ടൈമിലാണ് ഞാൻ രാവിലത്തെ ചായ കുടിക്കുന്നത്. എന്നിട്ട് ചായയും കുടിച്ച് അരിക്ക് വെള്ളവും വെച്ചിട്ട് അലക്കാൻ പോയി. ആ സമയം കൊണ്ട് രണ്ടാളും കൂടെ എന്തെടുക്കാന്ന് ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലായിട്ടാണ് ചെന്നോക്കാൻ പോയത്. നോക്കുമ്പോ എന്താ അവസ്ഥ, അച്ഛൻ ടി വി കാണുകയാണ്, മോളാണെങ്കിൽ ജീരകമുട്ടയുടെ ഒരു പേക്ക് മൊത്തം പൊട്ടിച്ച് മേശേന്റെ മോളിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് മോളെയും കൂടെ എടുത്ത് വന്നിട്ട് ബാക്കി പണി ചെയ്തു. അതും കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഇന്നലെ സാമിമാർക്ക് ഉണ്ടാക്കിയ കപ്പ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ബീഫ് കൂടെ മിക്സ് ചെയ്തിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തപ്പോൾ അവര് പറയാണ് ഇന്നലത്തേക്കാൾ അടിപൊളിയാണ് ബീഫ് ഇട്ടിട്ട് എന്നുള്ളത്. എന്താണേലും അവർക്കുള്ള ഫുഡും കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ നേരെ കപ്പയും ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് എനിക്കൊരു അൺബോക്സിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എൻ്റെ കൈക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു സാധനമാണ്. ഈ അലക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്കാണ് ഈ ഒരു ബോക്സ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സ്പ്രിങ്ങിന്റെ മോളിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് ബോർഡ് കാണും. അതിന്റെ മോളിൽ സോപ്പ് വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് പിന്നെ തുണിയിൽ വെച്ച് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. കൈക്കൊക്കെ അലർജി ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമാണ്. എന്താണെങ്കിലും ലിങ്ക് ഞാൻ മോളായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.